ബെല്ല് ബെല്ല് ഓ അതൊരു നല്ല കൊള്ളാട്ടോ. ശരി, മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ആണ്, വേണമെങ്കിൽ ഒരു അവിടെ നിന്നും പറയാം. എന്റെ ഉത്തരം ബെല്ല്. വീടുകളിലും പള്ളി. അപർണയുടെ ഉത്തരം പറയണം അല്ലേ? ഓക്കെ, അടുത്ത റൂള്. വേറെ ലോജിക്കൽ കറക്റ്റ് ആൻസർ വന്നാലും നമ്മൾ സമ്മതിക്കില്ല കേട്ടോ. ബെല്ല് ഇസ് ദേർ. ഓക്കെ ഓക്കെ, യെസ് യെസ്. ഓക്കെ, അതിനെ അടുത്ത പ്രാവശ്യം ആരെങ്കിലും ചോദിക്കുമ്പോൾ വീടുകളിലും പള്ളികളിലും പൊതുവായി കാണുന്നതല്ലേ? അതെ അതെ, പൊതുവായി കാണുന്നത് എന്ത്? കുരിശോ? അല്ല, വീട്ടിലുള്ള കുരിശ്. പിള്ളേർ നമ്മളെ ഉദ്ദേശിക്കരുത്. ഞാനതാ ഉദ്ദേശിച്ചത്. വീടുകളിലും പള്ളികളിലും പൊതുവായി കാണുന്നത്. ഉത്തരം പറഞ്ഞെങ്കിലും എന്റെ ഉത്തരത്തിന് വേണ്ടി ചിന്തിക്കുന്നുണ്ടല്ലോ. വീടുകളിലും പള്ളികളിലും പൊതുവായി കാണുന്നത് അച്ഛൻ. പിന്നല്ല, Why should I forget my father? Oh my God. എനിക്കും ആ മാനറിസം വരാൻ അതങ്ങനെയാ. എന്റെ കൂടെ ആര് നിന്നാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വരാൻ തുടങ്ങി. എനിക്ക് കുറച്ച് എല്ലാവർക്കും ഒരു നക്ഷത്രം. അച്ഛനും പള്ളിയും അല്ല, അച്ഛനും മണിയും. അതെ, 2 ആൻസർ. ഗുഡ് ഗേൾ. താങ്ക് യു. ബ്രില്യന്റ് ഗേൾ. ഒരു ചോദ്യത്തിന് 2 ഉത്തരം. എനിക്ക് 2 മാർക്ക് വരുമോ? പിന്നെ എത്ര മാർക്ക് വേണം? ഞാൻ തരാം. 2 മാർക്ക്. അതല്ലേ ഈ കമന്റ്സിൽ എല്ലാരും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു 10-15 ഉത്തരം പറയും. എന്ത് പറയാനാ, ഞാനെന്ത് ചെയ്യാനാ? ഒരു ചോദ്യം എന്റെ കയ്യിലാകെ ഒരു ഉത്തരവേ ഉള്ളൂ. അതെ, എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒരു നക്ഷത്രമല്ലേ ഉള്ളൂ. ഈ അവിട്ടം, പൂരം, അങ്ങനെയൊക്കെ. എന്റെ മനസ്സിലൊരു ആൻസർ ഉണ്ടായിരുന്നു, IPS ഓഫീസർ എന്ന്. കുറെ നക്ഷത്രങ്ങളുള്ളതേ. പറഞ്ഞോ, കുഴപ്പമില്ല. അത് തന്നെയായിരുന്നു ഉത്തരം. ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. ചോദ്യം കേൾക്കണ്ടി പോലും വന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഒരുപാട് നക്ഷത്രമുള്ള ആൾക്ക് IPS ഓഫീസർ. ചോദ്യം ആൾക്കാർക്ക് ചുമ്മാ ഒന്ന് കേൾക്കാൻ. എല്ലാവർക്കും ഒരു നക്ഷത്രമല്ലേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ നക്ഷത്രം ഉള്ളത് ആർക്കാണ്? IPS ഓഫീസർ, പോലീസ് ഓഫീസർ. പ്ലീസ് ആരും കൈയടിക്കരുത്, കുഴപ്പമില്ല. ഒന്നിൽ കൂടുതൽ കഥകളുള്ള ബിൽഡിംഗ് ഏതാണ്? കഥകളോ? സ്റ്റോറീസ് ഉള്ള ഒന്നിൽ കൂടുതൽ സ്റ്റോറീസ് ഉള്ള ബിൽഡിംഗ്. സ്റ്റോറീസ് യു മീൻ ഇതല്ലേ, നിലയല്ലേ ഉദ്ദേശിച്ചത്? കഥകളുള്ള ബിൽഡിംഗ്. എനിക്ക് ചോദ്യം പോലും മനസ്സിലായില്ല. ക്ലൂ പോലും കഴിഞ്ഞ ചോദ്യത്തിന്റെ വൈരാഗ്യം. കഴിഞ്ഞ 10-15 ചോദ്യത്തിന്റെ ഒന്നിൽ കൂടുതൽ കഥകളുള്ള ബിൽഡിംഗ്. കഥകൾ. ഒന്നിൽ കൂടുതൽ കഥകളുള്ള ബിൽഡിംഗ്. ഓ മാൻ, ദിസ് ഈസ് ടഫ്. സന്തോഷായി. പ്രത്യേകിച്ച് ഞാൻ ഇംഗ്ലീഷ് റിഡിൽസ് മലയാളത്തിലാക്കിക്കൊണ്ട് വന്നതാ ഈ ഒരു ചോദ്യം. മറ്റേ ഗൂഗിളിന് പേ പിടിച്ചാൽ എന്ത് പറ്റും? ഗൂഗിൾ പേ. മനസ്സിലായി. ഒന്നിൽ കൂടുതൽ കഥകളുള്ള ബിൽഡിംഗ് എനിക്ക് അറിയില്ല. പറയട്ടെ? ഓ സമാധാനം. ഓ മൈ ഗോഡ്. ലൈബ്രറി. ഓ റൈറ്റ്. ദാറ്റ് ഈസ് ആക്ച്വലി എ ലോജിക്കൽ ക്വസ്റ്റ്യൻ. അതെ, അത് കുസൃതിയായിട്ട് പറയാൻ പറ്റില്ല. കുസൃതിയാണ്, എന്നാലും ലോജിക്കൽ. ഇതിന് ഈ ലൈബ്രറി ഉത്തരം വരുന്ന വേറെ എന്തൊരു ചോദ്യം മുമ്പ് ചോദിച്ചിട്ടില്ലേ? ആണോ എന്ന് തോന്നുന്നു. ഒരു 10-200 ചോദ്യം. അല്ല, ഞാനിങ്ങനെ ഒരുപാട് റിഡിൽസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ടാവും. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ശരിയാ. അല്ല, ഇതിന് തന്നെയാണോ വേറെ ഇതിലോ ഞാൻ കേട്ടിട്ടുണ്ട്? ഞാനിതൊരു ഇംഗ്ലീഷ് റിഡിലായിരുന്നു. അപ്പൊ അതിന് റൈറ്റ്, ഒരു ഇംഗ്ലീഷ് റിഡിലാ. റൈറ്റ്, ശരിയാണ്. കോടതിയിൽ പോകാതെ തന്നെ നമ്മൾ കേറി ഇറങ്ങുന്ന കേസ്. സ്റ്റെയർ കേസ്. അടുത്ത ചോദ്യം. കുഴപ്പമില്ല, മറ്റതിന്റെ 2 മാർക്ക് കിടക്കുന്നുണ്ട്, ബെല്ലിന്റെ അച്ഛന്റെയും. അത് ഇതിനോട്ട് കോമ്പൻസേറ്റ്. പിന്നെ ഇപ്പൊ ഇതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ, അതിന് 10 മാർക്കായിരുന്നു. അത് പറഞ്ഞാൽ മതി. അത് എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. കഴിഞ്ഞോ? വേണമായിരുന്നു. ഈ നമ്മള് 10 ചോദിച്ചു. 10ാമത്തെ ചോദ്യം ഇത്. അല്ലല്ലോ കേട്ടോ, 9ാമത്തെ കേട്ടോ. ഓക്കെ. രാമായണത്തിന്റെ നടുവിൽ വരുന്ന സ്ത്രീ ആരാണ്? രാമായണത്തിന്റെ നടുവിൽ വരുന്ന സ്ത്രീയാ രമണി. ട്രോള് വേണമെന്ന് തോന്നുന്നല്ലേ? എന്താ ഉദ്ദേശം? രമ ആണോ? അല്ല, അടുത്തെത്തി. രാമായണം. രമണി, രാമായണി.
നാരായണിയോ? നടുവിൽ നടുവിൽ വരുന്ന സ്ത്രീ. രാമായ മായ. ആ മിടുക്കി മായ. അവിടുന്ന് പറഞ്ഞേ? ഓ മായ എന്നാണ് പറഞ്ഞത്. അത് ശരിയാ. അവിടുന്ന് രാമ. അല്ല വേറെ ഞാൻ പെട്ടെന്ന് കണ്ണെടുക്കുകയും ചെയ്യും, നോക്കാനും പറ്റില്ലല്ലോ. അവിടുന്ന് ക്ലൂ കൊടുക്കുന്നു മായ മായ. അവിടുന്ന് ഞാൻ മല മല, കുഞ്ഞിന്റെ പേര് മല. ആ സീന എവിടെ? അവിടുന്ന് മായ മായ. ഇവിടുന്ന് രമണി. മല മല, കൊച്ചിന്റെ പേര് മല. മലയോ? മലയല്ലടാ, കുന്ന് കുന്ന് നടന്നിട്ട്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. 10 ചോദിച്ചതൊന്നും അറിഞ്ഞില്ല അല്ലേ? അത് എങ്ങനെ വെച്ചാൽ റാപ്പിഡ് ഫയർ പോലെ ഉത്തരം പറഞ്ഞു പോയാൽ പിന്നെ എങ്ങനെ അറിയാൻ? പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈ കൊണ്ടായിരിക്കും. അതെ, ഓക്കെ. ഈ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈസിയാ, പോടുന്നോ? എനിക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല. പക്ഷെ എന്നാ ചെയ്യാനാന്നേ? ആ ശരി, ഓക്കെ. എന്റെ പ്രൊഡ്യൂസർ എനിക്കിട്ട് പണി തരാൻ വേണ്ടി ഇരിക്കുമെന്ന് തോന്നുന്നു. അല്ല, വിഷമം കണ്ടിട്ടായിരിക്കും ചിലപ്പോ. നല്ല വിഷമമുണ്ട്. അതെ. ഒരു ക്ലാസ്സില് 20 കുട്ടികളുണ്ട്. 20 ഒരു പെട്ടിയിൽ 20 ഓറഞ്ചും ഉണ്ട്. ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം 20 പേർക്കും. എന്നാൽ 20 പേർക്കും ഒരു ഓറഞ്ച് വെച്ച് കിട്ടുകയും വേണം. പക്ഷേ 20 പേർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ആ പെട്ടിയിൽ ഒരു ഓറഞ്ചും ഉണ്ടാവണം. എങ്ങനെ കൊടുക്കും? 20ാമത്തെ കൊച്ചിനെ പെട്ടിയോടെ അങ്ങ് കൊടുത്താൽ പോരെ? ഞാൻ പോട്ടെ. കഴിഞ്ഞില്ലേ? പാക്കപ്പ് ആണോ? പോട്ടെ. ഇത് അച്ഛൻ ഇതായിട്ട് നല്ല ഇല്ല, അച്ഛൻ കുസൃതി ചോദ്യമല്ല. അച്ഛൻ കുസൃതി ചോദ്യം ഉണ്ട്, പക്ഷെ അച്ഛൻ കൂടുതലും ലോജിക്കൽ ക്വസ്റ്റ്യൻ്റെ ആളാണ്. കൂടുതലും മാത്സ് ഒക്കെ കുറച്ച്. അച്ഛൻ്റെ മാത്സ് ബാങ്കിലായിരുന്നത് കൊണ്ട് മാത്സിന്റെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അച്ഛൻ. ആ ഒരു ബുദ്ധി ഉണ്ട്. എവിടെയോ കിടപ്പുണ്ട്. വേണമെങ്കിൽ ഒന്ന് തട്ടിത്തുടർന്ന് എഴുന്നേൽപ്പിക്കാം കേട്ടോ. കൊള്ളാം. അതല്ല, എൻ്റെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഉള്ളൊരു സാധനം കാണാനില്ല, അതാ പറ്റിപ്പോയെ. അതെ, ഇല്ലായിരുന്നു ഞാൻ തകർത്തതിനെന്ന്. അതെ, ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. എന്തെങ്കിലും ഒരു ടഫിന് മാത്രമായിട്ട് ഞാൻ ഒരു സെഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണുന്നില്ല, സത്യമായിട്ടും കാണുന്നില്ല. കുറച്ച് നല്ല ചോദ്യമുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു കാറിൽ 2 അച്ഛന്മാരും 2 മകനും സഞ്ചരിക്കുമായിരുന്നു. പക്ഷെ ആ കാറിൽ മൊത്തത്തിൽ 3 പേരേ ഉള്ളൂ. എങ്ങനെ? 2 അച്ഛന്മാരും 2 മകനും സഞ്ചരിക്കുമായിരുന്നു. പക്ഷെ ആ കാറിൽ മൊത്തത്തിൽ 3 പേരേ ഉള്ളൂ. എങ്ങനെ? 3 പേര്. 3 ആളുകളേ ഉള്ളൂ. ഓക്കെ, ഇനി ആ പേരിൻ്റെ അകത്താണോ വല്ലോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഒരാള് ഡ്രൈവറായിരുന്നു. അങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ആവില്ലല്ലോ. എല്ലാം എറിഞ്ഞു നോക്കാം. അതെ, ശരി ഉത്തരം പറയുമ്പോ ഞാൻ ഇത് നിവിൻ പോളിയും എബ്രി ഷൈനൊക്കെ ഉത്തരം പറഞ്ഞ ചോദ്യം കേട്ടോ. ആണോ? അയ്യോ, ആ എപ്പിസോഡ് ഞാൻ കണ്ടില്ലായിരുന്നു. കണ്ടിരുന്നെങ്കിൽ പറയായിരുന്നു. രക്ഷപ്പെട്ടു. 3 ആളേ ഉള്ളൂ അതിൻ്റെ അകത്ത്. പക്ഷെ 2 അച്ഛന്മാരും 2 മകനും ഉണ്ട്. എങ്ങനെ? ചിന്തിക്കുന്നു ഗൈസ്. 2 മകനും. അതെ, 2 അച്ഛനും ഉണ്ട്, 2 മകനും ഉണ്ട്. 2 മക്കൾ ഉണ്ട്. ഓക്കെ, 2 അച്ഛന്മാരും 2 മക്കളും. അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാവും. വെറുതെ ഈ പടറയിനകത്ത് കിടക്കല്ലേ. സൈലൻസ്. 2 അച്ഛന്മാരും 2 മകനും, പക്ഷെ 3 ആളുകളേ ഉള്ളൂ. ഒരാൾ കാറിന്റെ പുറത്താണോ ഇരുന്നത്? അല്ലല്ല, ഒരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടി. സമാധാനം. ഈ സെഗ്മെന്റിൽ മൊത്തം ആലോചിക്കേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ചേരം ഇരിക്കട്ടെ എന്നൊക്കെ, ഞാൻ ആസ്വദിക്കട്ടെ എന്നൊക്കെ. പറയണോ? ഉത്തരം പറയണോ? 3 അച്ഛന്മാർ അല്ല, 2 അച്ഛന്മാരും 2 മക്കളും. പക്ഷെ കാറിൽ 3 പേരേ ഉള്ളൂ. അവിടെയാണോ? എല്ലാരും മീനാക്ഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണോ സൈലന്റായിട്ട്? ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ ക്ലൈമാക്സ്? അതുപോലെ. പക്ഷെ കാറിൽ 3 പേരേ ഉള്ളൂ. എന്താടപ്പാ? ഉണ്ടാതിരിക്കണോ? വല്യച്ഛന്. അത്രയും ക്ലൂ കിട്ടി. ഇനി ബാക്കി പറയൂ. വല്യച്ഛനോ? ആരുണ്ടെങ്കിലും ആളുകൾ 3-4 പേര് തന്നെയല്ലേ. വല്യച്ഛൻ എന്താ ആളല്ലേ? കാറിൽ 3 പേരേ ഉള്ളൂ.
ആ അതാ കാറിൽ 4 പേരുണ്ടെന്നല്ലേ ആദ്യം പറഞ്ഞത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് 2 അച്ഛന്മാരും 2 മക്കളും ഉണ്ട്. പക്ഷെ കാറിൽ 3 പേരേ ഉള്ളൂ. എന്നാ 3 പേരെ കാറിനകത്ത് കയറി കാണുള്ളൂ, അതുകൊണ്ടാ. പക്ഷെ ഇത്രയും ഉത്തരം കിട്ടിയിട്ടും പറയാതിരുന്നെങ്കിൽ. കാറിനകത്ത് ചിലപ്പോ അയാൾ കേറിയിട്ടുണ്ടാവില്ല. ഇല്ല, ഒന്ന് മുത്തച്ഛൻ, പിന്നെ അച്ഛൻ, പിന്നെ മകൻ. അപ്പോ അച്ഛന്റെ അച്ഛനാണ് മുത്തച്ഛൻ. അപ്പൊ 2 അച്ഛന്മാരായില്ലേ? കൊച്ചിന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അപ്പൊ 2 അച്ഛന്മാര്. മുത്തച്ഛന്റെ മോൻ അച്ഛൻ, അച്ഛന്റെ മോൻ ആ മോൻ, അപ്പം 2 മക്കൾ. മനസ്സിലായില്ലേ? താൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. സ്കൂളിൽ പോയി പഠിച്ച് പത്രോസ് ആവാനൊന്നുമല്ല പോയിരുന്നത്. എൻജോയ് ചെയ്യാനായിരുന്നു താൻ പോയിരുന്നത്. താൻ ഇപ്പോഴും തൻ്റെ സ്കൂളിൽ പോകാറുണ്ട്. തൻ്റെ ടീച്ചേഴ്സുമായിട്ടും പ്രിൻസിപ്പലുമായിട്ടും ഒക്കെ കോണ്ടാക്റ്റ് ഉണ്ട്. താൻ അവരോടൊക്കെ ചാറ്റ് ചെയ്യാറുമുണ്ട്. താൻ LKG പഠിക്കുമ്പോഴുള്ള തൻ്റെ പ്രണയത്തെ പറ്റിയും മീനാക്ഷി പറയുന്നുണ്ട്. അഖിൽ രവി എന്ന കുട്ടിയായിരുന്നു പ്രണയം. ആ പ്രണയം കഴിഞ്ഞിട്ട് തനിക്ക് തല്ലൊഴിഞ്ഞ നേരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ പ്രണയിക്കാൻ പറ്റിയില്ല. അഖിൽ രവിയോടുണ്ടായിരുന്നത് പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. തനിക്കെന്ന് സുരേഷ് ഗോപി സാറിനോട് ഉണ്ടായിരുന്നതായിരുന്നു ശരിക്കും പ്രണയം. അത് അങ്ങേരോട് പറയാൻ പറ്റിയില്ല എന്നും തമാശ രൂപേണ മീനാക്ഷി പറയുന്നുണ്ട്.